നമസ്കാരം. മഹാഭാരതത്തെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. മിഥുനമാസം മഹാഭാരത മാസമാണ്. പഞ്ചമവേദം എന്ന മഹാഭാരതം പ്രസിദ്ധമാണ്. പഞ്ചമവേദമായ മഹാഭാരതത്തിലെ പഞ്ചരത്നങ്ങളെ കുറിച്ച് ആണ് പ്രതിപാദിച്ചത്. മഹാഭാരത രചയിതാവ് വ്യാസഭഗവാനാണ്. വ്യാസഭഗവാൻ വേദങ്ങളെ വ്യസിച്ചതുകൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടാനിടയായത്. അദ്ദേഹത്തിന് കൃഷ്ണദ്വൈപായനൻ എന്നാണ് മുൻപുണ്ടായിരുന്ന പേര്. കൃഷ്ണവർണ്ണം ഉള്ളതിനാൽ, കറുപ്പ് നിറമുള്ളതിനാൽ കൃഷ്ണൻ എന്നും, ദ്വീപിൽ ജനിച്ചതിനാൽ ദ്വൈപായനൻ എന്നും പേരുകൾ. കൃഷ്ണദ്വൈപായനൻ വേദങ്ങളെ വിഭജിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്ന് പ്രസിദ്ധനായി. കൃഷ്ണദ്വൈപായന വേദവ്യാസനാണ് മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യം രചിച്ചത്. വ്യാസഭഗവാനെ വന്ദിക്കുമ്പോൾ വ്യാസഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ത്രിമൂർത്തികളെ കാണുന്ന അതേ ഭവ്യതയോട് കൂടിയിട്ടാണ് വ്യാസഭഗവാനെ ഇവിടെ ഭക്തിപുരസരം സമീപിക്കുന്നത്. വ്യാസഭഗവാന്റെ രചനകളിൽ, അദ്ദേഹത്തിന്റെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിൽ, ഇതിഹാസ കാവ്യത്തിൽ ഒക്കെയുള്ള വൈശിഷ്ട്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിഹാസ സംരചന നിർവഹിക്കുന്നതിലൂടെ സൃഷ്ടി എന്ന പ്രക്രിയ ത്രിമൂർത്തികളിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെതാണല്ലോ. അപ്പോൾ ഈ രചനാ പ്രക്രിയ നിർവഹിക്കുന്ന ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെ സംബന്ധിച്ച സകല കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സമഗ്രമായ ഉള്ളടക്കത്തോടു കൂടിയതാണ് മഹാഭാരതം. യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തിന തത്കുചിത് എന്ന് മഹാഭാരതത്തിന്റെ ഗരിമയെ മഹാഭാരതത്തിൽ തന്നെ വ്യാസഭഗവാൻ ഉദ്ഘോഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിശിഷ്ടമായ രചന നിർവഹിക്കുന്നതിലൂടെ, സൃഷ്ടിപ്രക്രിയ നിർവഹിക്കുന്നതിലൂടെ സൃഷ്ടിയുടെ മൂർത്തിയായിട്ടുള്ള ബ്രഹ്മാവിനെ തുല്യമായിട്ട് വ്യാസഭഗവാനെ വിശേഷിപ്പിക്കുകയാണ്. ബ്രഹ്മാവിന് 4 മുഖങ്ങളുണ്ടല്ലോ, നാൻമുഖനാണല്ലോ ബ്രഹ്മ. എന്നാൽ ഒരു മുഖം മാത്രമുള്ള ബ്രഹ്മാവാണ് വ്യാസഭഗവാൻ എന്നാണ് വ്യാസനെ സ്തുതിക്കുന്നത്. അതുപോലെ വ്യാസ വിരചിതമായിട്ടുള്ള പുണ്യഗ്രന്ഥത്തിലൂടെ പ്രയാണം ചെയ്യുന്ന വ്യക്തി ഏറ്റവും വിശേഷമായ നിലയിലുള്ള നിലനിൽപ്പ് കരസ്ഥമാക്കുകയാണ്. ജീവിതത്തെ ഏറ്റവും ആരോഗ്യകരമായി നയിക്കുന്നതിന് പ്രാപ്തനായി തീരുകയാണ് പുണ്യഗ്രന്ഥമായ മഹാഭാരതത്തിലൂടെയും വ്യാസവിരചിതമായ പുരാണങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന ഭക്തൻ. അതുകൊണ്ട് തന്നെ സ്ഥിതിയുടെ മൂർത്തിയായിട്ടുള്ള വിഷ്ണുവിന്റെ ധർമ്മം വ്യാസഭഗവാൻ ഇവിടെ നിർവഹിക്കുന്നു. അതുകൊണ്ട് ചതുർബാഹുവായ വിഷ്ണുവിന്റെ ദൗത്യത്തിന് സമാനമായ ദൗത്യം നിർവഹിക്കുന്ന 2 കൈകളുള്ള വിഷ്ണു തന്നെയാണ് വ്യാസഭഗവാൻ എന്നാണ് തുടർന്ന് സ്തുതിക്കുന്നത്. വ്യാസ വിരചിതമായിട്ടുള്ള പുണ്യഗ്രന്ഥങ്ങളിലൂടെ പ്രയാണം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് പാപങ്ങൾ ഹനിക്കപ്പെടുന്നു. പാപഹരമാണ് പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണം എന്ന് മാത്രമല്ല, അതിലെ വിശിഷ്ടമായ തത്വങ്ങളെ വിചാരം ചെയ്യുന്നത് കൊണ്ട് ആ തത്വവിചാരത്തിലൂടെ പാപനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്, സംഹാരം എന്നുള്ളത് ഭഗവാൻ മഹാദേവന്റെ ദൗത്യമാണല്ലോ. ഇവിടെ പാപങ്ങളെ ഹനിക്കുന്നത് കൊണ്ട്, പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് ആ ത്രിമൂർത്തികളിൽ സംഹാരമൂർത്തിയായ ശിവന്റെ ദൗത്യത്തെ വ്യാസഭഗവാൻ നിർവഹിക്കുന്നു. അതുകൊണ്ട് വ്യാസൻ
ശിവഭഗവാനെ മുക്കണ്ണൻ എന്നാണ് പറയുന്നത് എങ്കിൽ, മുക്കണ്ണനാണ് ശിവനെങ്കിൽ, രണ്ടു കണ്ണുകൾ മാത്രമുള്ള ശിവനാണ് വ്യാസഭഗവാൻ. ഇങ്ങനെയാണ് ത്രിമൂർത്തികളെ കാണുന്ന ഭവ്യതയോടുകൂടി ആചാര്യനായിട്ടുള്ള വ്യാസഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. ആ ശ്ലോകം, ഇപ്പോൾ പറഞ്ഞ ആശയങ്ങളെ അടുക്കി വച്ചിരിക്കുന്ന ആ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. അചതുർവദനോ ബ്രഹ്മ ദിബാഹുർ അപരോഹരി അഭാലലോചന ശംഭു ഭഗവാൻ ബാദരായ. ആ ചതുർവദനോ ബ്രഹ്മ, നാല് മുഖങ്ങളില്ലാത്ത, നാൻമുഖനല്ലാത്ത ഒരു മുഖം മാത്രമുള്ള ബ്രഹ്മാവാണ് വ്യാസൻ. ദിബാഹുർ അപരോഹരി, നാല് കൈകളുള്ളയാളാണ് വിഷ്ണു ഭഗവാനെങ്കിൽ രണ്ട് കൈകളുള്ള മറ്റൊരു വിഷ്ണു ഭഗവാനാണ് വ്യാസഭഗവാൻ. അഭാലലോചന ശംഭു, ശിവഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് ഭാലത്തിലാണ്, നെറ്റിത്തടത്തിലാണ്. അപ്പോൾ നെറ്റിയിൽ കണ്ണില്ലാത്ത ശംഭുവാണ്, ശിവനാണ് വ്യാസഭഗവാൻ. അചതുർവദനോ ബ്രഹ്മ ദിബാഹുർ അപരോഹരി അഭാലലോചന ശംഭു ഭഗവാൻ ബാദരായണ. ബാദരായണ വ്യാസൻ, വ്യാസഭഗവാൻ ഇപ്രകാരം ത്രിമൂർത്തികൾക്ക് സമാനമായി സ്തുതിക്കപ്പെടുന്നു. ആ വ്യാസഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. വ്യാസവിരചിതമായ മഹാഭാരതത്തിലൂടെയും വ്യാസകൃതങ്ങളായ പുരാണങ്ങളിലൂടെയും പ്രയാണം ചെയ്യാനുള്ള അനുഗ്രഹം നമുക്കേവർക്കും ലഭ്യമാകട്ടെ. നമസ്കാരം. ഹരേ കൃഷ്ണ.